ഹലോ യേസ്. അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ ക്ലാസിക്കിൻ്റെ എപ്പിസോഡ് 4 അപ്പോൾ നമ്മൾ എപ്പിസോഡിലോട്ട് പോകുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്നത് നമ്മളെ ക്ലൗഡിനകത്ത് ബുൽമ ബൈക്കിനകത്ത് ഒരു റേസ് പോലെയൊക്കെ നടത്തുന്നതെന്ന്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ബുൽമ ഒരു പാറയ്ക്കകത്ത് തട്ടി ബൈക്ക് ഒരു പാറയ്ക്കകത്ത് തട്ടി തറ വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ ഗോകു എന്താണെന്ന് നോക്കി വരുമ്പോൾ ബുൽമ അവിടെ കിടന്ന് കരയുകയാണ്. കരയുമ്പോൾ ബൈക്ക് പൊട്ടിയെന്ന് പറഞ്ഞാണ് കരയുന്നത്. നല്ല വേദന എടുക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോകു പറയാവുന്ന ഡ്രാഗൺ ബോൾ തിളങ്ങുന്നുണ്ട്, ഇവിടെ അടുത്ത് എവിടെയോ ഡ്രാഗൺ ബോൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ഗോകു പറയാണ് ഇവിടെ എവിടെയെങ്കിലും അടുത്ത് തന്നെ കാണുമെന്ന് പറയുമ്പോൾ അവിടെ വില്ലേജ് കാണുന്നുണ്ട്, അവിടെ കാണുമെന്ന് പറഞ്ഞ് പുൽമയും ഗോകു അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ആരുടെ ഒരു പൊടി പോലും ഇല്ല. അപ്പോൾ അവിടെയൊക്കെ തപ്പി അടക്കുവാണ്, ആരെങ്കിലും ഉണ്ടോ എന്നും തപ്പി അടക്കുവാണ് നമ്മുടെ പുൽമയും ഗോകുവൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഗോകുവിന് ഒരു ഡോറ് കണ്ടതിന് ശേഷം ഒരു സംശയം തോന്നിയതിന് ശേഷം അവിടെ ചെന്ന് മുട്ടി നോക്കുകയാണ്. അവിടെ ആരും ഇല്ലെന്നൊക്കെ തോന്നുന്നു പറയുന്നുണ്ടെങ്കിലും ഇടിച്ച് പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് കയറി നോക്കിയതേ ഓർമ്മയുള്ളൂ. ഒരു ചുറ്റിക വന്ന് അവൻ്റെ തലയ്ക്ക് ഒറ്റയടി. അതൊക്കെ അതിന് ശേഷം അവൻ്റെ തല വേദിച്ച് അവിടെ കിടന്ന് അവൻ അങ്ങോട്ടും കിടന്ന് ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു പെണ്ണിനെ കാണിക്കുന്നുണ്ട്, കൊച്ചു പെണ്ണ്. ആ ഒരു കൊച്ചു പെണ്ണാണെങ്കിൽ അവിടെ ഒളിച്ചിരിക്കുകയാണ് ഗോകുവിനെ കണ്ടതിന് ശേഷം. അപ്പോൾ അയാൾ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ച ആ ഭീകരജീവിയാണെന്ന്, എനിക്ക് തെറ്റിപ്പോയി, സോറി എന്ന് പറയുന്നുണ്ട്. പക്ഷെ നീ സ്ട്രോങ് ആണ്, നിൻ്റെ തലയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ ഇത്ര വലിയ ചുറ്റിക്കാൻ പറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ ഗോകുവിൻ്റെ തല മുരച്ചിരിക്കുകയാണ് ചുവന്ന് കയറി. അതിനുശേഷം ആ കൊച്ചു പെണ്ണ് വന്നതിന് ശേഷം തലയ്ക്ക് മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ കൊച്ചു എന്നിട്ട് ആ അങ്കിൾ പറയുന്നുണ്ട് എനിക്ക് തെറ്റെറ്റിയതാണ്, ഞാൻ വിചാരിച്ചത് ഉലവുമാണെന്ന്. അപ്പോൾ അവിടെ ഉള്ള നാട്ടുകാർക്ക് കഴിയുന്നുണ്ട്. അപ്പം ഗോകു ആ കൊച്ചിനെയൊക്കെ കയറി പിടിച്ചതിന് ചോദിക്കുന്നുണ്ട്, ഇത് നീ ഒരു പെണ്ണ് തന്നെ എനിക്ക് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നിട്ട് ബുൽമ വന്ന് അവൻ്റെ തലയ്ക്കൊറ്റ ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വഴക്കൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇത് ആരായി ഊലം, നിങ്ങളെന്താ എല്ലാവരും അവനെ പേടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഊലം അവനൊരു രാക്ഷസനാണ്, അവൻ ഇരുട്ടിൻ്റെ രാക്ഷസൻ, അവൻ ഭയങ്കര വലിയ ഭീകരനാണ്. അവൻ വന്നാൽ ഇവിടെ വീറും ആൾക്കാരുടെ ഒക്കെ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കും. അത്രയ്ക്കും വലിയ പേടിയാണ് അവന്. അവൻ അത്രയ്ക്കും വലിയ ഭീകരനാണ്. അവൻ്റെ വലിയൊരു വീക്ക്നെസ് പെണ്ണുങ്ങളാണ്. അവന് പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോകണം. അവൻ ഈ നാട്ടിലെ 3 പെണ്ണുങ്ങളെ ഇതുവരെയായിട്ട് തടക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അടുത്ത് എൻ്റെ മോളെ കെട്ടിക്കൊണ്ട് അവൻ വരുമെന്നാണ് പറയുന്നിരിക്കുന്നത്. അവൻ വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ പേടിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് ആരുടെ വേണമെങ്കിലും രൂപത്തേക്ക് മാറാൻ പറ്റും. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഊലം എന്ന് പറയുന്ന അവനാണെങ്കിൽ ഈ അങ്കിളിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, എനിക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിക്കണം, എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടു, ഞാൻ നാളെ വരും ഇവളെ കല്യാണം കഴിക്കാൻ എന്ന് പറയുന്നുണ്ട്. അങ്കിൾ പറയാണ്, ഇന്ന് അവൻ വരുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്, എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പുൽമ പറയാണ്, ഇതുപോലത്തെ ഏതെങ്കിലും സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അങ്കിൾ പറയാന്ന്, ഇതെന്ന് പറയുമ്പോൾ തന്നെ അവിടെ നിന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു മുത്തശ്ശി വന്നതിന് ശേഷം പറയാണ്, ഇതുപോലത്തെ സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പാരമ്പര്യമായിട്ട് കൈമാറി ചെയ്യുന്നതാണ്, അത് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. പ്ലീസ് അത് തരുമോ എന്ന് പറഞ്ഞ് പുൽമ അവിടെ കിടന്ന് കെഞ്ചുവാണ്. ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇത് ആർക്കും കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുൽമ പറയുന്നുണ്ട്, ഞങ്ങൾ ഡീൽ വെക്കാം, ഞങ്ങൾ ആ ഊലോമിനെ ഈ നാട്ടിൽ നിന്ന് തുരത്തി ഒടിച്ചതിന് ശേഷം നിങ്ങളെ കുട്ടികളെല്ലാം തിരിച്ചുകൊണ്ട് വരാം, പകരം ഈ ടൈമോളെ ഞങ്ങൾക്ക് തരണം. അപ്പോൾ ആ മുത്തശ്ശി മാത്രമല്ല നാട്ടുകാരും എല്ലാവരും അതിശയത്തോടെ പുൽമയെ നോക്കുകയാണ്. ഈ കൊച്ചുകുട്ടി പെങ്കൊച്ചും കൂടെ എങ്ങനെയാണ് അത്ര വലിയ ഭീകരനായ ഊലോമിനെ തോപ്പിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോഗു ആ അമ്മൂമ്മയുടെ പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ കയറി തൊട്ടതിന് ശേഷം പറയാണ്, നിങ്ങളൊരു പെണ്ണ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുൽമ വന്നതിന് ശേഷം ഒറ്റ ഇടി തലയ്ക്ക്. അതിനുശേഷം പറയാന്ന്, ഞങ്ങളുടെ ഈ ഡീലിന് സംബന്ധിച്ച് ഇവൻ കാണുന്ന നടക്കുന്നില്ല, ഇവന് വളരെയധികം പവറൊക്കെ ഉള്ളവനാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നത് ശരി എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോകുവിനെ ഒരു പെണ്ണിനെ പോലെയൊക്കെ വേഷം കെട്ടുകയാണ്, വെട്ടിക്കാണ്. ഗോകു പറയുന്നുണ്ട്, എനിക്ക് ഈ വേഷമൊന്നും ചെയ്യുന്നില്ല, ഇതെന്തൊരു വെറുപ്പാവുന്നു എന്ന് പറയുന്നുണ്ട്. പുൽമ പറയുന്നുണ്ട്, നമ്മുടെ കെണിയിൽ അവൻ വീണതിന് ശേഷം നിനക്കിത് ഊരിക്കളയാവുന്നതേ ഉള്ളൂ, നീ അവനെ എങ്ങനെയെങ്കിലും നമ്മുടെ വലയിൽ കൊടുക്കണം, നീ പെട്ടെന്ന് തന്നെ പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉള്ള എല്ലാവരും ഇത് കണ്ടതിന് ശേഷം പറയുന്നത്, എല്ലാവരും അത് നോക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം പുൽമ പറയാന്ന്, എങ്കിൽ പിന്നെ നീയൊക്കെ പോയാൽ എന്താന്ന് അവിടെ എല്ലാം ഇടിച്ചു കൂട്ടിക്കുകയാണ്, കൊല്ലുങ്ങാന്ന്. അപ്പം തന്നെ ഒരാൾ വന്ന് പറയുന്നുണ്ട്, അവൻ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോകു വെളിയിലോട്ട് ഇറങ്ങിക്കുകയാണ്. അപ്പം നമ്മുടെ പുൽമ അവിടെ ഉള്ള ഒരു ദ്വാരത്തിലൂടെ വെളിയിലോട്ട് നോക്കിയതിന് ശേഷം ഗോകുവിന് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ദൂരെ നിന്ന് ഒരു ഭീകരൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ ഗോകുവിനെ കണ്ടുകൊണ്ട് അതൊരു ചെറിയൊരു മനുഷ്യനായി മാറുന്നുണ്ട്.
അപ്പോൾ ഈ മനുഷ്യനെ കണ്ടുകൊണ്ട് ക്യൂട്ട്നെസ് തോന്നിയ നമ്മുടെ ബുൽമയാണെങ്കിൽ വാതവ് വളർന്ന് വെളിയിലോട്ട് വരും. അപ്പോൾ ഊലം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോകു അവിടെ ഒരു മരത്തിൻ്റെ വെട്ടിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നതാണ്. ഇത് കണ്ടുകൊണ്ട് ഊലോമിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയതിനു ശേഷം ഊലോമിന് മനസ്സിലാവുകയാണ് ഇത് പെണ്ണല്ല ഒരാണ് എന്നെ മണ്ടനാക്കാൻ വേണ്ടി വന്നിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതിന് ശേഷം ഊലോമിന് എന്താണെന്ന് അറിഞ്ഞൂടെ ദേഷ്യമൊക്കെ വന്നങ്ങോട്ട് നിൽക്കുകയാണ്, നല്ലോണം അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കാണും. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ബുൽമ ഇതാണ്ട് പേടിച്ച് അകത്തെടുക്കുകയാണ്. അതെന്താ അത് അവൻ മോൺസ്റ്റർ ആയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഊലോമിൻ്റെ പവർ. ഞാൻ നേരത്തെ പറഞ്ഞില്ല അവനെ ആരെ വേണമെങ്കിലും മാറ്റാൻ പറ്റുമെന്ന്. അവന് നിന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി നിന്നെ വിവാഹം കഴിക്കാതെ അവ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറയാണ് ആ ഒരു അങ്കിള് പറയാണ്. അപ്പം നമ്മുടെ ഇത് കേട്ടതിന് ശേഷം ബുൽമ പറയാണ് എന്ത് ഈ വീഗനെ ഞാൻ കല്യാണം കഴിക്കലോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നല്ലതാണ്. അപ്പം ഗോകു പറയുന്നുണ്ട്, ഗോകുവിനെ നോക്കിയിട്ട് ഊലോം പറയുന്നുണ്ട് കൊച്ചടക്ക നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പറ്റിക്കാൻ നോക്കും, ഞാൻ നിന്നെ ഇന്ന് കൊല്ലും, ആരാണ് ചാവാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞതിന് ശേഷം ഗോകു തൻ്റെ ആ ഒരു പെണ്ണിൻ്റെ വേഷമൊക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം ആണുങ്ങളുടെ പോലെയൊക്കെ അങ്ങോട്ടായി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നതിന് ശേഷം ഊലോമുമായിട്ട് ഒരു ഫൈറ്റിനൊക്കെ തയ്യാറെടുക്കുകയാണ് ഗോകു. അപ്പോൾ ഊലോം അടുത്തുള്ളൊരു ക്ലോക്കിലോട്ട് നോക്കുകയാണ്. അയ്യോ 5 മണി ആവറായി എന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി ഓടുകയാണ്. നീയൊക്കെ എന്നെ പേടിയാന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഗോകും പുറകിലോട്ട് ഓടുന്നുണ്ട്. നിൽക്കട വീരന, എന്നെ ഇവിടെ പിടിച്ചെടുത്തതിന് ശേഷം നീ ഓടുവാന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഓടുവാണ്. അപ്പം നമ്മുടെ ഊലോമിനെ നോക്കുകയാണെങ്കിൽ ഊലോം ആ ഗേറ്റിൻ്റെ വെളിയിലോട്ട് പോവാണ്. അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഊലോം ഒരു പന്നിക്കുട്ടിയായിരുന്നു. അപ്പോൾ ആ പന്നിക്കുട്ടി അവിടെ വന്ന് നിൽക്കുമ്പോൾ ഗോകു വന്ന് നിൽക്കുന്നുണ്ട്, ഊലോം ആ ഭീകരൻ എവിടോട്ടാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പന്നിക്കുട്ടി അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനുഷ്യൻ ഗോകു അങ്ങോട്ട് ഓടുകയാണ്. അപ്പം നമ്മുടെ പന്നിക്കുട്ടി അവനെ വിദഗ്ധമായി പറ്റിക്കാന്ന്. ഊലോം ഈ പന്നിക്കുട്ടിയുടെ പേരാണ് ഊലോം. ഈ ഒരു പന്നിക്കുട്ടീന് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഭീകര ജീവിയായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇവനെ ഏതൊരു രൂപത്തിലേക്ക് വേണമെങ്കിലും മാറാൻ പറ്റും. ഇവ ഈ നാട്ടുകാരെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ്സാണ്, അതുകൊണ്ടാണ്. അപ്പം ആ ബുൽമയും അയാളൊക്കെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭീകര ജീവി എങ്ങോട്ടാണ് പോയോ, ഊലോം പോയോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗു അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം തിരിച്ചു വരികയാണ് അങ്ങോട്ട് തന്നെ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഊലമയുന്ന പന്നിക്കുട്ടം വലിയൊരു റോബോട്ട് പോലെയൊക്കെ അതിന് ശേഷം കൊച്ചടക്ക നീ എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ നിന്നെ ഇന്ന് നൂഡിൽസാക്കി ഞാൻ ഈ സോസിനകത്ത് തൂക്കി കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ചോസ്റ്റിക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ ഗോകു അവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് വളരെയധികം പേടിത്തൊണ്ടനാ, നിനക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തന്നെ പറയുന്ന ഒരു ചെറുക്കൻ വന്നതിന് ശേഷം ഒരു കല്ലെടുത്ത് തരുന്നുണ്ട്. നിനക്ക് ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലേ നീ ഇത്രയൊക്കെ ഉള്ളൂ, നിനക്ക് ഒന്നും പറ്റത്തില്ല, ഞാൻ കരാട്ടെ ബാക്ക് വെച്ച കൂടാതെ എനിക്ക് കുറേയധികം മാർഷ്യൽ ആർട്സൊക്കെ അറിയാം, എനിക്ക് വേണമെങ്കിൽ നിന്നെ ഒറ്റയടിക്ക് ഇന്ന് പപ്പടമാക്കാൻ പറ്റും, നീ മര്യാദയ്ക്ക് ആ പെണ്ണുങ്ങളെ ഇവിടെ തന്നതിന് ശേഷം വെക്കും. അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി ഊലോം കുറേ ഇഷ്ടികയൊക്കെ കൊണ്ടുവന്ന് അവിടെ 3 ഇഷ്ടികയൊക്കെ അടിക്കാൻ അവിടെ വെച്ചിരുന്നുണ്ട്. നമ്മുടെ ഗോകു ആണെങ്കിൽ ഒറ്റ വേളയിൽ അതെല്ലാം അങ്ങ് പൊട്ടിച്ച് കളയുന്നുണ്ട്. കണ്ടതിന് ശേഷം ഊലോം പേടിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ബാറ്റ് ആയതിനു ശേഷം പറന്നങ്ങ് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ഉൽമ പറയുന്നുണ്ട്, അവനെ പിടി, നീ അവനെ അങ്ങനെ വെറുതെ വിടില്ല, നമുക്ക് ആ 3 പെണ്ണുങ്ങളെ പിടിക്കണമെന്ന് പറയുന്നുണ്ട്, കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗോകു അങ്ങോട്ട് പറന്നങ്ങ് പോവുകയാണ് ആ ക്ലൗഡിനകത്ത് കയറിയതിനു ശേഷം ഊലോമിനെ തിരക്കി. അതിനുശേഷം ഊലോമിൻ്റെ റോക്കറ്റൊക്കെ അതിന് ശേഷം പറന്ന് പോകുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരു ഘട്ടം എത്തുമ്പോൾ ഊലോമിൻ്റെ ആ ടൈം തീരുന്നുണ്ട്, ആ ഒരു ഭീകര ജീവിയാവാനുള്ള. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് തറയിലോട്ട് കയറിയാണ്. ഗോകു കളത്തിയ സമയത്ത് അവനെ രക്ഷിച്ചുകൊണ്ട് വന്നതിന് ശേഷം നാട്ടുകാരുടെ മുമ്പിലോട്ട് കെട്ടിക്കൊണ്ട് വന്നിടുന്നുണ്ട്. നാട്ടുകാർക്കെല്ലാം മനസ്സിലാവുകയാണ് ഊലോം ഒരു ഭീകര ജീവിയല്ല, ഈ സാധാരണ പന്നിക്കുട്ടിയാന്ന്. അതിനുശേഷം എല്ലാവരും ആ പെണ്ണുങ്ങളെ കഴിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞതിന് ശേഷം ആ നഗരത്തിൻ്റെ വെളിയിലോട്ട് പോവാണ്, ആ സിറ്റിയുടെ വെളിയിലോട്ടുള്ള ഇടത്തോട്ട് കൊണ്ടുപോകാണ്. അവിടെ നോക്കുകയാണെങ്കിൽ ആ പെണ്ണുങ്ങളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലക്ഷറിയസ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, അത്ര നല്ല എൻജോയ്മെൻ്റ് ആണ്. എന്നിട്ട് ആ പന്നിക്കുട്ടി തലയിൽ കൈ വെച്ചിട്ട് പറയാണ്, ഇവരെ ഒന്ന് ഇവിടെ നിന്നൊന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകും, ഇവർ വേണോ ഞാൻ ഇപ്പം കുത്തുവാളെടുത്തിരിക്കുക, ഇവരെന്നെ പാപ്പരാക്കി, ഇവരെ എന്നെ സെർവ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇവരെന്നെ ദാരിദ്ര്യത്തിലൊക്കെ തള്ളിയിട്ടു എന്നുള്ളത്. അപ്പോൾ ആ മുത്തശ്ശി ആ ഡ്രാഗൺ ബോൾ എടുത്ത് അങ്ങ് കൊടുക്കുകയാണ്, നിങ്ങൾക്കുള്ളതാണ് ഇതെന്ന് പറഞ്ഞു. ഇതോടെ ഈ 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ലൈക്ക് അടിച്ച് പിന്നെ കമൻ്റായിട്ട്
ഞാൻ അടുത്തായിട്ട് ഏത് വീഡിയോ ചെയ്യണോ